നമസ്കാരം. നമസ്കാരം. ഇവിടെ ഒട്ടനവധി വിദേശിയും സ്വദേശിയുമായ ഫലവൃക്ഷങ്ങൾ ഉണ്ടെന്ന് അറിയുകയും കാണാനും പരിചയപ്പെടാനും വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും പരിചയപ്പെടാല്ല. സാറേ ഇരിക്കും. താങ്ക് യു. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് നവാസ്. താങ്കൾ ഈ കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം എന്തൊക്കെയാണ്? കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം ഞാൻ സെക്കൻഡ്സ് വാഹനങ്ങളുടെ ബിസിനസ് ആയിരുന്നു. കോവിഡ് സമയത്ത് ഇതെല്ലാം തകർച്ചയിലോട്ട് പോയി. ആ സമയത്ത് ഒഴിവ് സമയം ഒരുപാട് കിട്ടി. അങ്ങനെ ഇവിടെ സ്ഥലം ഒരുപാട് ഒഴിഞ്ഞിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തുനിന്നും കിട്ടാവുന്ന ഫലവൃക്ഷ തൈകളൊക്കെ കളക്ട് ചെയ്തു. വളരെ പാടുപെട്ട് നട്ടുപിടിപ്പിച്ചു. ഇപ്പം നല്ല ഫലങ്ങൾ കിട്ടുന്നുണ്ട്. എന്തൊക്കെ തൈകളാണ് ഇവിടെ ഉള്ളത്? നമുക്ക് പരിചയപ്പെടാം എല്ലാം. ശരി. ഇതിന്റെ പേരെന്താണ്? ഇതൊരു ജാമ്പ വെറൈറ്റി ആണ് സാർ. തായ്ലൻഡിന്റെ ഒരു ജാമ്പയാണ്. ഞങ്ങളുടെ ജാമ്പയിൽ ഒട്ടനവധി വെറൈറ്റികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിലൊരു ഗ്രീൻ വെറൈറ്റിയാണ്. പഴുത്താലും പച്ച കളർ തന്നെ ആയിരിക്കും. വലിയ വലിപ്പം ഉണ്ടാകുന്നതും അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ്. ഞങ്ങളിൽ 10-25ഓളം ജാമ്പ വെറൈറ്റികളുണ്ട്. അതുപോലെ തന്നെ അത് മിൽക്ക് ഫ്രൂട്ട് ആണ്. ഇത് ഫ്രൂട്ടും അതുപോലെ ഗാർഡനിൽ വെക്കാനായിട്ട് ഒരു അലങ്കാര ചെടിയായിട്ടും വെക്കാം. ഗോൾഡൻ കളർ വരുന്നതാണ്. നല്ല പച്ചയും. മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും. നല്ല ഫ്രൂട്ടാണത്. ഇത് പഴുക്കാൻ എത്ര മാസം എടുക്കും? ഇതൊരു 2-2.5 മാസത്തിൽ പഴുക്കും. അത് സപ്പോട്ടയുടെ ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു വെറൈറ്റി ആണ്. വിദേശിയല്ലേ? അതെ. ഇതിന്റെ തായ്ലൻഡ് വെറൈറ്റികൾ വേറെ ഉണ്ട്, കുറച്ചുണ്ട്. ഇത് തായ്ലൻഡിന്റെ ജംബോ സപ്പോട്ടയാണ്. അത്യാവശ്യം ഒരു സപ്പോട്ട 400 ഗ്രാമോളം തൂക്കം വരും. നല്ല വലിപ്പമുള്ള ഒരു വെറൈറ്റി ആണ്. ഇതാണ് സപ്പോട്ടയിൽ വെച്ച് അത്യാവശ്യം ഏറ്റവും നല്ലൊരു വെറൈറ്റി. വലിപ്പം അപാര സൈസാ. തായ്ലൻഡ് ജംബോ സപ്പോട്ട എന്ന് പറയും. സപ്പോട്ടയിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇത് ചെറുനാരകമാണ്. ഇത് സാധാ ചെറുനാരകം, നാടൻ നാരകം. അത്യാവശ്യം ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള നല്ല മണമുള്ള അത്യാവശ്യം ചാറുമുണ്ട്. നാരകത്തിന്റെ വേറെയും വെറൈറ്റി ആണ് നിൽക്കുന്നത്. അത് കൽക്കട്ട പാത്തി ലെമൺ എന്ന് പറയും. അത്യാവശ്യം നല്ല ഇത് പിടിക്കുന്നതാ, ഊട്ട് പിടിക്കുന്നതാ. നാരകം. അതെ. അതുപോലെ ഇത് ഗാബ് ഫ്രൂട്ട്, ബംഗ്ലാദേശിന്റെ ഒരു ഫ്രൂട്ടാണ്. അതുപോലെ ഇത് ജാമ്പകളുടെ വെറൈറ്റിയിൽ ഒന്നാണ്. വേൾഡിൽ തന്നെ നല്ല ജാമ്പ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രൂട്ടായി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ദൽഹാരി എന്നാണ് പേര്. ദൽഹാരി ജാമ്പ. ഹിന്ദി. ദൽഹാരി അതിനെ കുറിച്ച് അറിയില്ല. ഇത് ഓടിച്ചു. നവാസെ, ഈ ഫലവൃക്ഷങ്ങളൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? സാറേ, ഇത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നൊന്നും കളക്ട് ചെയ്തതല്ല. ഓരോ വെറൈറ്റി നമ്മൾ ഇങ്ങനെ ഇന്ന ആളുടെ ഉണ്ടെന്ന് അറിയുമ്പോൾ എത്ര ദൂരത്താണെങ്കിലും പോയി അതിനെ കളക്ട് ചെയ്തുകൊണ്ട് വരും. ഒരു ജാമ്പ തൈക്ക് വേണ്ടി അതെ, ഒരു ജാമ്പ തൈക്ക് വേണ്ടി കോഴിക്കോട് വരെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയി കളക്ട് ചെയ്തതാണ്. എല്ലാം ഒരിടത്തുനിന്നല്ല, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്തതാണ്. ഇത് മിലിറ്ററി സപ്പോർട്ട് എന്ന് പറയും. മിലിറ്ററി സപ്പോർട്ട. എന്റെ ഇലയ്ക്ക് എങ്ങനെ ഒരു ഇത് വരുന്നുണ്ടോ? ഇത് നെല്ലിയാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ചീമ നെല്ലി എന്ന് പറയുമല്ലോ, അതിന്റെ ലൗലോലിക്ക, അതിന്റെ സീറ്റുള്ള വെറൈറ്റി. സീറ്റ് വെറൈറ്റി അത്. സ്വീറ്റ് ലൂവി എന്ന് പറയും. ഇത് ജൈവവളത്തിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതുകൊണ്ട് കഴിക്കാം. രാസവളം ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്, സ്വീറ്റ് ബുഷ് ഓറഞ്ച് ഉണ്ട്. ഇത് വന്നിട്ട് സ്ട്രോബെറി പേര യെല്ലോ. ഇത് മരമുന്തിരിയുടെ സബാറ എന്ന് പറയുന്ന ഒരു വെറൈറ്റി.
അതില് കായ ആയിട്ടില്ല. ഇത് ഇത്തിരി മരമുന്തിരിയിൽ കുറച്ച് ലേറ്റായി കായ്ക്കുന്ന ഒരു വെറൈറ്റി ആണിത്. 10 വർഷത്തോളം ഒക്കെ പലയിടത്തും എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് എത്ര വർഷമായി മൊത്തം? ഇതൊരു 6 വർഷമായി. ഇതിനകത്ത് കയറുമ്പോഴേ ഒരു വനത്തിന്റെ പ്രതിച്ഛായ സുഖമാണ് കിട്ടുന്നത്. അതെ അതെ. ഇത് അതുപോലെ ഒരു ഫ്രൂട്ടാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. മഴ സമയത്താണ് ഇത് കൂടുതലും കായ്ക്കുന്നത്. നല്ലൊരു പ്ലം ആണ്, വിദേശ ഫ്രൂട്ടാണ്. ഇപ്പോഴും ഫ്ലവർ ചെയ്ത് നിൽപ്പുണ്ട്. ഇത് മഴ സമയത്ത്, ഇപ്പൊ ചൂട് സമയമല്ലേ. അതുപോലെ ഇത് സ്ട്രോബെറി പേരയാണ്. സ്ട്രോബെറി പേര യെല്ലോന്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ പേരയാണെന്ന് പറയത്തില്ല. അത് മുകളിലോട്ടുണ്ട് പേര, അതുകൊണ്ട് കാഴ്ച നിൽപ്പുണ്ട്. വളരെ കട്ടിയുള്ള ഇലയാണ്. അതെ. അതുപോലെ അതെ ഫ്രൂട്ടുണ്ട്. അതുപോലെ ലോങ്ങൻ. ഇത് ലോങ്ങൻ നല്ല ഫ്രൂട്ടാണ്. ലോങ്ങന്റെ ഒരുപാട് വെറൈറ്റി ഞങ്ങളിലുണ്ട്. അതില് ഓൾ സീസൺ ചെറിയ ഫ്രൂട്ടാണ്. നല്ല മധുരമാണ്. ഓൾ സീസൺ വെറൈറ്റി ആണ്. കായുണ്ടോ ഇതില്? ഇതിപ്പോ ഫ്രൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ തന്നെ അടുത്ത ഫ്ലവർ ചെയ്യും. ഇപ്പോ ചൂട് സമയമായോണ്ട് ഇപ്പൊ വളമൊക്കെ ഇട്ട് നനവെടുത്ത് നിർത്തിയേക്കുക. ഈ ഇത്രയും വൃത്തിയായിട്ട് ഇത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? വളമൊന്നും കാണാനില്ല. ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ വൃത്തിയൊക്കെ താനെ നമ്മൾ വരുത്തും. മനോഹരമായ രീതിയിൽ മണൽ വിരിച്ച്. അതുപോലെ ഇത് പെട്രീസി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. പെട്രീസി ഇതിപ്പോ ഫുള്ള് ഫ്ലവറായി നിൽക്കുക. അതുപോലെ ഇത് ഒലോസോപ്പോ. അതെ. ഇത് എവിടത്തുകാരനാണ്? ഇത് സൗത്ത് അമേരിക്കൻ ഫ്രൂട്ട് എന്നാ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതുപോലെ ഇത് അബിയു. അബിയു ഒരു 7 വർഷമായ ചെടിയാണിത്. ഇതിലൊരു 5 വർഷമായിട്ട് ഇത് ഫ്രൂട്ട് തരുന്നുണ്ട്. ഇപ്പൊ ഫ്രൂട്ട് നിങ്ങളിപ്പോ വന്ന സമയം ഫ്രൂട്ട് എല്ലാം കഴിഞ്ഞ ഒരു സമയമായിപ്പോയി. ഇതില് മുകളിൽ നിപ്പുണ്ട്. ഇതില് അത്യാവശ്യം നല്ല ഫ്രൂട്ട് കഴിഞ്ഞതാ. ഏകദേശം 20 കിലോയോളം ഞങ്ങൾ സെയിലും ചെയ്തു. 20 കിലോയോളം ഇതിൽ നിന്ന് സെയിൽ ചെയ്തു. 1 കിലോക്ക് എന്ത് വില വരും? ഇതിപ്പോ 300 ആ റേഞ്ചിലാ കൊടുത്തത്. ഒരെണ്ണം പഴുത്തതുണ്ട്, നമുക്ക് പറിക്കാലോ അത്. മോളെ ആ തോട്ടം കൊണ്ടുവന്നേ. അത് പച്ചയാണോ സാറേ? അയ്യോ അത് പച്ച. ഇത് അബിയോ ആണ് സാറേ. ഇത് ഇപ്പൊ സീസൺ എല്ലാം കഴിഞ്ഞിട്ട് നിന്ന ഒരു ഫ്രൂട്ടാണ്. അത് വലിയ വലിപ്പമൊന്നും ഇതിനില്ല. മാംസളമായ ഫ്രൂട്ടാണ്. നല്ല മാംസളം. ഇത് മറ്റു ഫ്രൂട്ടുകളൊക്കെ അത്യാവശ്യം 1/2 കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്നതാ. ഇത് വളരെ ചെറുതൊരെണ്ണം നിന്നത്. ഇപ്പൊ ഫ്രൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയതാ. അതിന്റെ സ്പൂൺ എടുത്തൊന്ന് കഴിച്ചു നോക്കി. തൊണ്ടിനോടൊരു കറയുണ്ട്. സ്പൂൺ എടുക്കായിരുന്നു. വലിയ വലിപ്പമുള്ള നല്ല മധുരം. മധുരമുണ്ടല്ലേ? മധുരമാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതിന്റെ പുറവും അതുപോലെ തന്നെ വളരെ നല്ല ഗോൾഡൻ കളറാണ്. ചക്കയെ പോലെ കറുത്ത് അത്രയും വലിപ്പമുള്ള സീഡാണിത്. ഇത് സീഡ് പലതിലും പല ഇതാണ്. വലിയ ഫ്രൂട്ടിലൊക്കെ 2 സീഡ് വരെ കാണാറുണ്ട്. ഇതിന്റെ ആകൃതി ഏതാണ്ട് കക്കയുടെ. അതെ അതെ, കക്കയുടെ. നല്ല മനോഹരമായ ഒരു സീഡാണ്. ഫ്രൂട്ട് നല്ല പഴമാണ്. ഇത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആവും. ഇത് തൊണ്ടിനോട് അടുക്കുമ്പോൾ കുറച്ച് കറയുണ്ട്. അറന്ന് കഴിച്ചു നോക്കിയേ. മാംസമായിട്ടുള്ള ഭാഗം. ഇത് വെക്കാൻ കാര്യം ഇവിടെ നേരത്തെ മുറ്റത്ത് വെക്കാനുള്ള കാര്യം വേറെ സ്ഥലം ഇല്ലല്ലോ. നേരത്തെ ഇന്റർലോക്ക് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇന്റർലോക്ക് എല്ലാം എടുത്ത് മാറ്റിയിട്ടാ ചെയ്തത്. ഇതാണ് മരമുന്തിരി കേട്ടോ.
മരമന്തിരി. അതെ അതെ. എന്തുകൊണ്ടാണ് നെറ്റിട്ട് പതിഞ്ഞു വെച്ചത്? ഇത് കിളികളുടെ ശല്യമാണ് മെയിനായിട്ട്. ഇത് കിളികളുടെ സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ ഓ ഇത്. അത് ശരി. ഇഷ്ടംപോലെ കിളികള് പലതും വരുന്നുണ്ട്. കഴിച്ചു നോക്കിയേ. ഇത് വെറൈറ്റികൾ ഒരുപാടുണ്ട്. അതില് സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതില് ഇത് റെഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന വെറൈറ്റിയാ. ഇതില് അതുപോലെ ഇതിന്റെ വെറൈറ്റി വേറെ ഉണ്ട്. ഇതുണ്ട് എസ്കാർലറ്റ്. അങ്ങോട്ട് പോവാം. മരമുന്തിരിയുടെ തന്നെ എസ്കാർലറ്റ്. നേരത്തെ ഒരെണ്ണം കാണിച്ചിരുന്നല്ലോ സബാറ. ഇത് പരിചയപ്പെടുത്തിയില്ലേ സാറേ, അബിയുവിന്റെ വെറൈറ്റി. അത് ജെയിന്റ് നിപ്പിൾ എന്ന് പറയും. ഒരു വർഷമായ തൈയാണ്. ഇതൊരു 4-5 കായ ഇതിൽ പിടിച്ചായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള. അതെ അതെ. നേരത്തെ ഇവിടെ വേറൊരു ഫ്രൂട്ട് നിന്നതാ. ഞാൻ പലതും നട്ടിട്ട് കായ്ച്ചു വന്നപ്പോ ഒന്നിനും കൊള്ളാത്ത മരങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ വെട്ടിക്കളഞ്ഞു. ഇത് കായ്ച്ചു വരാൻ ഒരു 1.5 മാസത്തിനകത്ത് ഫ്രൂട്ട് ആകും. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ 1.5 മാസത്തിനകത്ത് ഫ്രൂട്ട് ആകും. അതെ അതെ. ഇത് ബ്ലാക്ക് സപ്പോട്ട. ഇത് അതിന്റെ ഇൻസൈഡും ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. അതുപോലെ ഇത് കേട്ടോ സാർ, ഇതതുപോലെ ആത്തിച്ചക്കയുടെ ഒരു വെറൈറ്റിയാണ് ചെറിമോയ. അതുപോലെ ഈ കാണുന്ന മരം മട്ടോവയിലൊരു നല്ലൊരു വെറൈറ്റിയാണ്. സോഫ്റ്റ് സ്കിൻ മട്ടോ. അതാ ഫ്രൂട്ടായി നിൽപ്പുണ്ട്. നല്ല അത് ഇനിയിപ്പോ കട്ട് ചെയ്ത് നിർത്തണം. ഇത് എത്ര മാസം എടുക്കും? ബറാബയാണ്. ബറാബ ഇത് നമ്മളെ മാംഗോസ്റ്റിൻ ഫാമിലിയിൽപ്പെട്ട ഒരു സാധനമാണ്. ഇത്തിരി വളർച്ച സ്ലോ ഗ്രോത്ത് ആണ്, എന്നാലും ഫ്രൂട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാവും. 2-2.5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്രൂട്ടായി തുടങ്ങും. എത്ര വലിപ്പം വരും? ഇത് ചെറിയ കായ, ഒരു നെല്ലിക്ക വലിപ്പമേ ഉള്ളൂ. ചെറു പുളിയുള്ള ഫ്രൂട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ശരിക്കും കായ്ക്കും. ഇതിൽ തന്നെ കണ്ടില്ലേ, പഴുത്തിട്ടില്ല, ഫുള്ള് പച്ചയാണ്. ഇത് ശരിക്കും കായുണ്ട്. ഇത് മുസംബിയാണ്, വെരിഗേറ്റഡ് മുസംബി. അത് ഇതുപോലെ അതുപോലെ ഇത് വിയറ്റ്നാം മുസംബി. നല്ല വലിപ്പവും നല്ല മധുരവും വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇലയ്ക്കല്ല, ഫ്രൂട്ടിന് നല്ല മധുരം. ഇത് പിന്നെ സീഡ്ലെസ് ലെമൺ ആണ്. ഇതിപ്പോ കോമൺ ആയിട്ട് എല്ലായിടത്തും ഒക്കെ ഉള്ളൊരു വെറൈറ്റി ആണ്. ഇത് തൊണ്ടിന് കട്ടി കൂടുതലാണ്. പക്ഷെ ഞങ്ങളുടെ നല്ല വെറൈറ്റികള് ഗന്ധരാജ്, കൽക്കട്ട പാത്തി, നാടൻ വെറൈറ്റികൾ, അങ്ങനെ കുറെ ലെമൺ കായ്ക്കുന്നതുണ്ട്. അതുപോലെ ഇത് ലോങ്ങന്റെ ഒരു വെറൈറ്റിയാണ്, ക്രീപ്പർ ലോങ്ങൻ. ലോങ്ങന്റെ ഒരു വെറൈറ്റിയാണ് ക്രീപ്പർ ലോങ്ങൻ. അതുപോലെ ഇത് ലോങ്ങന്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് പിങ് പോങ്. മാവിന്റെ പൂവിന്റെ അതെ അതെ. ഇതിപ്പോ ഫ്രൂട്ട് ആവും. നല്ല ഫ്രൂട്ടാണ്. അവന് ആരോഗ്യമില്ലെങ്കിലും അവൻ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരമാണ്. ഇത് വെൽവെറ്റ് ആപ്പിൾ. ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. 5-6 വർഷമായി. അതെ അതെ. ഇത് അതുപോലെ മൽബറി ആണ്, ലോങ് മൽബറി. ഇത് അതുപോലെ നമ്മളിപ്പോ ബറാബ ഫ്രൂട്ട് പറഞ്ഞല്ലേ, അതുപോലെ ഒരു സാധനമാണ് ബാക്കുപ്പാരി. അതുപോലെ ഇത് നാൻസ് ഫ്രൂട്ട്. ഇതിന്റെ പേരൊന്നും മറന്നു പോവില്ലേ? ഇല്ല. ഇത് റെഡ് ലേഡി അല്ല, ഇത് സപ്ന എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. സപ്ന. അതുപോലെ റംബൂട്ടാനിൽ ഇത് ബിഞ്ചായി. സ്റ്റാർ ഫ്രൂട്ട് ആണ്. കായക ഫ്രൂട്ടൊക്കെ ഇപ്പൊ കഴിഞ്ഞതാണ്. നല്ല വലിപ്പമുണ്ട്. അതെ അതെ. പഴുത്ത് ഗോൾഡൻ കളറാണ്. നല്ല ഫ്രൂട്ട്, മനോഹരമായ ഒരു ഫ്രൂട്ട്. അത് നല്ല മധുരമുള്ളതാ. ഇത് റംബൂട്ടാന്റെ സീസർ എന്ന് പറയും. 10 റംബൂട്ടാൻ എടുത്താൽ 1 കിലോ വരും. 10 റംബൂട്ടാൻ എടുത്താൽ 1 കിലോ വരും. ഇത് റംബൂട്ടാന്റെ സ്കൂൾ ബോയ് എന്ന് പറയുന്ന ഒരു ഇനമാണ്. സ്കൂൾ ബോയ്. അതെ. അതുപോലെ ഇത് പുലാസാൻ. റംബൂട്ടാൻ പോലത്തെ ഒരു ഫ്രൂട്ടാണ്. വിദേശിയും സ്വദേശിയൊക്കെ ഉണ്ട്. ഇത് പിത്താങ്ക എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. എത്ര വില വരും? ഇത് അത്യാവശ്യം വിലയൊന്നുമില്ല.
ഇത് നല്ല ഫ്ലേവർ ആണ് ഈ സാധനം. അതുപോലെ ഇത് അമ്പഴങ്ങ, ഇതൊക്കെ ചട്ടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് ബ്രസീലിന്റെ മൾബറി. മാണിക്ക് ചെമ്പഴങ്ങയെന്ന് കേട്ടിട്ടുണ്ട്, അമ്പഴങ്ങയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഇത് അവക്കാഡോയാ. അത് നല്ല വലിപ്പമുള്ള മരമാണ്. അതെ അതെ. അതുപോലെ ഇത് അബിയുവിന്റെ ഒരു വെറൈറ്റി ആണ്. ഇത് പക്ഷേ കായ്ക്കത്തില്ല നമ്മുടെ നാട്ടിൽ. ഇത് ഞാൻ വെച്ചിട്ട് 6-7 വർഷമായിട്ടുണ്ട്. ഫ്ലവർ ചെയ്യുന്നല്ലാതെ കായ്ക്കുന്നില്ല. ഇതങ്ങനെ വെട്ടി മാറ്റിയിട്ട് അടുത്ത പറ്റിയതല്ലേ? അല്ല. ഇത് റംബൂട്ടാൻ അല്ലേ? അതെ അതെ. റംബൂട്ടാന്റെ എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ? ഒരു 16ഓളം വെറൈറ്റി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്റെ അറിവില്ല, അതിലും കൂടുതലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് E35 എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്, മഞ്ഞ. നവാസിന് ബിസിനസ് ഉണ്ട്. കുറച്ച് തൈകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരുപാടില്ല, അത്യാവശ്യം നല്ല തൈകൾ ഈ പരിസരത്തുള്ളവർ. ഇത് ഇതുപോലെ തന്നെ കരിങ്കോഴിയാണ്. അത്യാവശ്യം 10-25ഓളം കോഴികള്, കരിങ്കോഴി. ഇതിന്റെ ഇറച്ചിയും കറുപ്പായിരിക്കും. അതെ അതെ, ഇറച്ചിയും കറുപ്പായിരിക്കും. മൊത്തം കറുപ്പാണല്ലോ, കാലും വാലും ചുണ്ടും ഒക്കെ. നല്ല ഔഷധ ഗുണമുള്ള ഇറച്ചി എന്നാ പറയുന്നത്. ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത്? ഇത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വാങ്ങിയതാണ്. നെയ്യാർ ഡാം. അവിടെ പോയി കൊണ്ടുവന്നതാണ്. മോളെ ഫ്രണ്ടിലും സൈഡിലുമുള്ള വ്യൂ ആണ് നമ്മൾ കണ്ടത്. മറു സൈഡിലേക്ക് വന്നപ്പോൾ ധാരാളം വൃക്ഷ കൂമ്പാരം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫലവൃക്ഷം കുറച്ച് കൂടുതലും പോട്ടിലാണ് നിൽക്കുന്നത്. ചട്ടികളിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വലിയ വൃക്ഷങ്ങളും ആ പോട്ടിലാണ് നിൽക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ എല്ലാം ഇതുപോലെ ഇന്റർലോക്ക് ആയിരുന്നു തോന്നുന്നു. അതെ അതെ. ആ ഇന്റർലോക്ക് എല്ലാം ഇളക്കി മാറ്റിയിട്ടാ ചെയ്തിരിക്കുന്നത്. എല്ലാം മുറ്റത്തും ചെയ്തിട്ടുണ്ട്. ഇതെന്ത് കായാണ്? ഇത് ലെമൺ വൈൻ. ലെമൺ വൈൻ. പേര് പോലെ തന്നെ വൈൻ ഇടാനൊക്കെ കൊള്ളാം. മനോഹരമായ കായാണ്. മൊത്തം കിളികളൊക്കെ കഴിച്ചതിന്റെ ബാക്കിയാണ്. ഇത് അതുപോലെ റെഡ് ലോങ്ങൻ, റൂബി ലോങ്ങൻ എന്നും പറയും. ഇത് റൂബി ലോങ്ങൻ, അതിന്റെ ഇല തന്നെ ഒരു റെഡ് ആണ്. അതുപോലെ ഇത് വൈറ്റ് ലോങ്ങൻ. ഇത് മുന്തിരിപ്പേര. ഇത് ബ്ലാക്ക് സുരിനാം ചെറി. ഇതാണ് ജാമ്പകളിൽ വെച്ച ഏറ്റവും നല്ലൊരു ജാമ്പ, ഉമ്മർ ജാമ്പ. കേട്ടോ സാറേ? ഇതാണ് ജാമ്പകളിൽ വെച്ചൊരു നല്ല ജാമ്പ, ഉമ്മർ ജാമ്പ. അതുപോലെ ഇത് ചെറി ഐറ്റത്തിൽ പെട്ടതാണ്, ചെറി ഓഫ് റിയോ ഗ്രാൻഡ്. അതുപോലെ ഇതെല്ലാം എന്തൊക്കെയോ അടിച്ച് കലക്കിയിരിക്കുന്ന ജ്യൂസാണോ? ഏതാണ്? ഇതില് മിക്സ് ചെയ്തിരിക്കുന്നത്. വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് എല്ലാം അതില് തന്നെയാണ് ഇടുന്നത്. ഞാന് അതുപോലെ പച്ചക്കറി അരിയുന്ന തൊലിയെല്ലാം മിക്സിയിലിട്ടേ. അതെ അതെ. ഇത് കൊളംബ് മാവാണ്. കൊളംബ് ശ്രീലങ്കന്റെ ആയിരിക്കും. കൊളംബോ, അതാണ് പിന്നെ കൊളംബ് മാവായി മാറിയത്. ഇത് അതുപോലെ സൂപ്പർ ക്യൂൺ എന്ന് പറയുന്ന ഒരു മാവാണ്. സൂപ്പർ ക്യൂൺ, സൂപ്പർ മാവാണ്. ഇത് റൊളീനിയുടെ മറ്റൊരു വെറൈറ്റി ആണ്. ഇത് ഇതേപോലെ മക്കോട്ട ദേവ, മെഡിസിൻ പ്ലാന്റ് ആണ്. അത് വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ പ്ലാവാണ്. അതുപോലെ റംബൂട്ടാന്റെ വേറൊരു വെറൈറ്റി ആണ്, ജെറോം ഈ മാസ് എന്നാ പേര്. ഈ സെക്ഷനിലെല്ലാം പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. കൂടുതലും പോട്ടിലാണ്. മൗത്ത് ഫ്രഷ്നർ ആണ് ഇത്. പാൻ മസാല എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ലീഫ് ഒന്ന് കഴിച്ചു നോക്കിയേ. ഇതൊരു മൗത്ത് ഫ്രഷ്നർ ആയിട്ട് ഉപയോഗിക്കാം, അതെ മറ്റു ഇതൊന്നുമില്ല. സാധനമാണ് കേട്ടോ, നാംഡോക് മൈ ഗോൾഡ് എന്ന് പറയുന്നത്. ഇതിപ്പോ പോട്ടിലാണ് നിൽക്കുന്നത്. ഇത് ഫ്രൂട്ട് ആയതാ, കഴിഞ്ഞ വർഷവും കായ്ച്ചതാണ്. സൂപ്പർ മാങ്ങയാണ്, ടേസ്റ്റ് അപാര ടേസ്റ്റ് ഉള്ള മാങ്ങയാണ്. ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാം വലിയ ഡ്രമ്മിലും ചട്ടികളിലാണ് നിൽക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ്. എല്ലാം ചട്ടികളിൽ നിർത്തി എല്ലാം കായ്ക്കുന്നുണ്ട്. സുഖമുള്ള കാഴ്ചയാണ് ഇത്. മുൻപൊരിക്കൽ ഇതാണ് ലോങ്കോങ് കേട്ടോ, ലോങ്കോങ്. ലോങ്കോങ്. അതുപോലെ ഇത് മാപ്പരാങ്.
അത് മാവല്ലേ? മാവല്ല, മാപ്പറാണ്. മാപ്പറാണ്. അതിന്റെ ഇലയൊക്കെ മാവിന്റെ സ്മെല്ല് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു മാവിന്റെ ഇവിടെ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്, മരങ്ങളുടെ തണല്. ഏത് വെറൈറ്റിയാണ്? അതെ, നമ്മുടെ ഇവിടുത്തെ തന്നെ രാസവളങ്ങളൊന്നും ചെയ്യാത്ത ഒരു അടിപൊളി പപ്പായാണ് ഇത്. റെഡ് ലേഡി അല്ല, ഇത് സപ്ന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. കൊള്ളാം, നല്ല പപ്പായ. ചില പപ്പായ 5 കിലോയൊക്കെ തൂക്കം വരും, പറഞ്ഞറിയിക്കത്തില്ല, അത്രയ്ക്ക് വലിപ്പമാണ്. ഒരു നേരത്തെ ഭക്ഷണം ഇല്ലെങ്കിലും ഇതുകൊണ്ട് നന്നു പറ്റാം. അതെ അതെ, വേറെ കഴിക്കും. നവാസിൻ്റെ താമസിക്കുന്ന സ്ഥലം വളരെ കുറച്ച് ഏരിയ ഉള്ളത് കൊണ്ടാണ് നവാസ് ഈ ഭൂമിയുടെ അടുത്ത് കൃഷി ചെയ്യുന്നത്. നവാസ്, ഇത് വിൽപ്പനയ്ക്ക് കൂടിയാണോ ഇതെടുത്ത്? അതെ അതെ, വിൽപ്പനയ്ക്കായിട്ട് തൈകളുണ്ട്. ഇത് ഞങ്ങളുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും റയറായിട്ടുള്ള കളക്ഷനൊക്കെ വളരെ പാടുപെട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നട്ട് മദർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. തൈകൾ വാങ്ങാൻ വരുന്നവർക്ക് മറ്റൊരിടത്ത് കിട്ടുന്നതിനേക്കാട്ടിലും നല്ലൊരു ഇതെന്ന് പറഞ്ഞാൽ നേരിട്ട് ഫലവൃക്ഷങ്ങൾ കണ്ട് നട്ടേക്കുന്നത് കണ്ട് പഴങ്ങൾ കഴിച്ചു നോക്കി ഫലങ്ങൾ കഴിച്ചു നോക്കി വാങ്ങാം. അത് ഒരു പ്രത്യേകത തന്നെയാണ്, നവാസിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തുന്ന പഴവർഗ്ഗങ്ങൾ ഇവിടെ വിഷമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. മരിച്ച് ജീവിക്കുന്നവർക്ക് ജീവിച്ച് മരിക്കാനൊരവസരമാണ് നവാസ് സൃഷ്ടിച്ചിരിക്കുന്നത്. പഴം തിന്ന് നമുക്ക് വലിയ ഇഷ്ടപ്പെടും.